അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എല്ലാവർക്കും നമസ്കാരം. ഏറെ ബഹുമാന്യരായ കണ്ണൂർ സ്നേഹദീപത്തിൻ്റെ അഡ്മിന്മാരായിട്ടുള്ള ചീഫ് അഡ്മിനായിട്ടുള്ള യൂനെസ്കോ, അതുപോലെ സ്നേഹദീപത്തിൻ്റെ അഡ്മിനും സീനിയർ ജേർണലിസ്റ്റുമായ CK ജബ്ബാർ സാഹിബ്, വേദിയിലുള്ള മറ്റ് വിവിധ അഡ്മിന്മാർ, വേദിയിൽ സദസ്യരുമായിട്ടുള്ള ഒരുപാട് ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് പ്രിയപ്പെട്ട സ്നേഹജീവൻ മെമ്പർമാർ, ഒരു സോഷ്യൽ മീഡിയക്ക് എങ്ങനെ ഗുണപരമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് സമൂഹത്തിന് മുമ്പാകെ കാണിച്ചു കൊടുത്ത ഒരു ഗ്രൂപ്പാണ് സ്നേഹജീവൻ. തുടക്കത്തിൽ അതിൻ്റെയൊക്കെ ഭാഗവാക്കായിരുന്നു ഞാൻ. പിന്നീട് തിരക്കുകളിൽ സൈലൻ്റായി അങ്ങനെ ഒരു മൂലക്ക് ഉണ്ട് എന്ന് മാത്രമാണ്. ഞാനവിടെ ഗ്രൂപ്പിലുണ്ടോ എന്ന് പലർക്കും അറിയില്ല. അങ്ങനെ ഒന്നും ഉണ്ടാറുമില്ല ഒന്നും, കാരണം തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ രാത്രിയായിരിക്കും ഗ്രൂപ്പ് നോക്കുക. അപ്പോൾ ഒരുപാട് മെസ്സേജുകളുണ്ടാവും. അപ്പോൾ സമയബന്ധിതമായി പറയേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈലൻ്റായിട്ട് അവിടെ ഉണ്ട് എന്ന് മാത്രമാണ്. എന്നോടൊരു വേള ഫോണൊക്കെ ഹാങ്ങായി പോകുന്ന ഒരവസ്ഥയിൽ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഔദ്യോഗികമായി തന്നെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഫോൺ ഹാങ്ങായി പോകുന്ന ഒരു വേള ഞാൻ എക്സിറ്റ് ആയതാണ്. അത് ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞതിന് ശേഷം വീണ്ടും അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു അഡ്മിൻ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വീണ്ടും ആഡ് ചെയ്തിട്ടായി കാണുന്നു. ഏതായാലും കണ്ണൂർ സിറ്റിയിൽ നിന്ന് തുടങ്ങി പിന്നീട് നമ്മുടെ കണ്ണൂർ ജില്ലയാകെ വ്യാപിച്ചുകൊണ്ട് വർത്തമാനകാലത്ത് ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്തിനും ഉപയോഗിക്കാമെന്നുള്ളതാണ്. അത് കൂടുതലായും ഉപയോഗിക്കപ്പെടുന്നത് മോശം പ്രവണതകൾക്കാണ്. ഒരാളെ എങ്ങനെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ എങ്ങനെ മോശമാക്കാം, ആ രീതിയിലാണ് സോഷ്യൽ മീഡിയകളുടെ ഇടപെടൽ. വാർത്തകൾ എത്തിക്കുന്നത് പോലും തെറ്റായ വാർത്തകൾ, ആ രീതിയിൽ സോഷ്യൽ മീഡിയക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് അത് ആളുകൾ വിശ്വസിച്ച് പോകുന്ന രീതിയിൽ പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ വന്നാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാതെ വിടുകയും പിന്നീട് ആ തെറ്റായ വാർത്ത തന്നെയാണ് ശരിയെന്ന് ആളുകൾക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവുകളൊക്കെ ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയ്ക്കുണ്ട് എന്നുള്ളതാണ്. പഴയ കാലങ്ങളിലൊക്കെ വാർത്തകൾ അത് പത്ര ദൃശ്യ മാധ്യമങ്ങൾ മൂലം കൂടിയായിരുന്നു. എന്നാൽ ഇന്ന് അതിനേക്കാൾ ഏറെ ഇന്ന് സോഷ്യൽ മീഡിയകൾ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഓൺലൈൻ മീഡിയകൾ, ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ തീർത്തും ഗുണപരമായി ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് അതുപോലെ എന്നും നന്മകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഇടപെടൽ നടത്തുന്ന സംവിധാനം തീർച്ചയായും അത് മറ്റൊന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ രീതിയിൽ പിന്നീട് ആദ്യം കണ്ണൂർ സിറ്റി കേന്ദ്രീകരിച്ചാണെങ്കിലും പിന്നീട് അത് കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് അതിൻ്റെ പുതിയ ലോഗോ ഒക്കെ ഉദ്ഘാടനം ചെയ്തത്, അതിൻ്റെ പ്രകാശനം ചെയ്തത് നമ്മുടെ ഓഫീസിൽ വെച്ചായിരിക്കും, അല്ലെ, യുനെസ്കോ കോർപ്പറേഷൻ ഓഫീസിൽ വെച്ചായിരിക്കും. ഏതായാലും ആ രംഗത്ത് മാധ്യമ സോഷ്യൽ മീഡിയ രംഗത്ത് ഒരു നന്നായ ഒരു ഇടപെടൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസം മാറ്റാൻ അതോടൊപ്പം വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ്. വനിതകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ടൂറുകൾ നമുക്കറിയാം. ഇന്ന് ഒരുപാട് വനിതകൾ, കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ അവർക്ക് അവസരങ്ങളില്ല എന്നുള്ളതാണ്. എന്നാൽ അത്തരം അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദികൾ ഒരുക്കിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇന്ന് തന്നെ
പാട്ടുമക്കാനി എന്നുള്ള ഒരു പ്രോഗ്രാം. യഥാർത്ഥത്തിൽ സംഗീതം ആസ്വദിക്കാത്തവരായി ആരുമില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും പാടാൻ കഴിയുന്നവരില്ല, പക്ഷേ ആസ്വദിക്കാൻ കഴിവില്ലാത്തവരായി ആരുമില്ല. അത് അത്തരം ഒരു ആസ്വദിക്കേണ്ട മനസ്സുകൂടി ഇല്ലെങ്കിൽ പിന്നെ അവർ വേറെ എന്തെങ്കിലും പറയേണ്ടി വരും. സംഗീതം ആസ്വദിക്കാൻ അതിനും താല്പര്യമില്ലാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ രസികനെന്ന് മാത്രമല്ല, ഞാനിവിടെ ഓർമ്മിക്കുന്നത് ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് പഠിച്ച കബീർദാസ് എന്ന കവിയുടെ ഒരു ജോലിയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ആരുടെ മനസ്സിൽ സംഗീതമില്ല അവൻ്റെ മനസ്സ് ശ്മശാനത്തിൽ സമാനമാണ് എന്നുള്ളതാണ്. അത് പാടാൻ കഴിയണമെന്നില്ല, പക്ഷെ ആസ്വദിക്കാൻ പോലും കഴിവില്ലെങ്കിൽ അവൻ്റെ ഹൃദയം ശ്മശാനത്തെ പോലെ ആയിപ്പോകും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ സംഗീതം ആസ്വദിക്കാനും കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും എല്ലാവർക്കും ഇവിടെ ഒരുപാട് വീട്ടമ്മമാരും എല്ലാവർക്കും ഒരുപാട് ആളുകളുമുണ്ട്. നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവാം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അതവിടെ മാറ്റിവെക്കും എന്നുള്ളതാണ്. അവിടെ പിന്നെ അവർക്കൊരു അവസരമില്ല അത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ പാടാനോ അവസരം. നമ്മുടെ സത്യപാലട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ദസറൻ്റെ സമയത്ത് എന്നും മുമ്പിൽ വരികയും വളരെ നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ രീതിയിൽ അങ്ങനെയുള്ള കലാസ്വാദികൾ അത്തരം ആളുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാട് നന്മയിലേക്ക് പോകുക എന്നുള്ളത്. നമുക്കറിയാം, നാടിൻ്റെ അവസ്ഥകളൊക്കെ ദൈനംദിനം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വർഗീയതയുടെ പേരിൽ ലഹരിയുടെ പേരിലുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങൾ, അതൊക്കെ ഉണ്ടാകുന്നത് ഈ പറഞ്ഞതുപോലെ മറ്റു സംവിധാനങ്ങളില്ലാത്തതാണ്. നമുക്ക് ഓരോ വ്യക്തിക്കും അവനവൻ്റെ ചിന്തകളെ, കഴിവുകളെ അത് വഴിതിരിച്ചു വിടാൻ, കഴിവുകൾക്കനുസരിച്ച് അതിന് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം സാമൂഹിക തിന്മകൾ ഇല്ലാതാവുക. ഒന്നുമില്ലാതെ ഇവിടെ സൂചിപ്പിച്ചത് ഒരു അരസികനായി കോണുകളിൽ ഇരുന്ന് 4-5 ആളുകളോ കവലകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പിടിയക്കോലയിലോ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമ്പോഴാണ് അവിടെയാണ് ലഹരിയുടെ കടന്നുകയറ്റവും. അത് ആദ്യം ഒരു രസത്തിന് ചെയ്യും, പിന്നീട് അതിൽ അഡിക്റ്റായിത്തീരും, പിന്നീട് വരുമാന മാർഗമാക്കും, പിന്നീട് അത് അക്രമത്തിലേക്കും അതൊരു കൊലപാതകം പോലുള്ള സംഭവങ്ങളിലേക്ക്. നമ്മുടെ നാടൊക്കെ അതിന് വലിയ ഉദാഹരണമാണ്. 2 വർഷം മുമ്പ് സൂഫി മക്കാനിയുടെ ഒരു പാട്ടാണ് മരണപ്പെട്ടതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഈ രീതിയിൽ നമ്മുടെ ആളുകൾക്ക്, ചെറുപ്പക്കാരായ ആളുകൾ, അല്ലാത്തവരായ ആളുകൾക്കുമൊക്കെ മറ്റൊന്നും ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ്. അതിന് വിദ്യാർത്ഥികളെ, യുവാക്കളെ, അല്ലാത്തവരെയും ഒക്കെ അവരുടെ ചിന്തകളെ വഴിതിരിച്ചു വിടാൻ നമുക്കാവണം. കായിക രംഗത്തായി സ്പോർട്സ് അതിന് വലിയ ഉദാഹരണമാണ്. അവരുടെ ചിന്തകളെ സ്പോർട്സ് ആകുമ്പോൾ അവിടെ എല്ലാം ഉണ്ട്. അവിടെ ആക്രമണമുണ്ടല്ലേ. നമ്മളെ ഫുട്ബോളൊക്കെ ആകുമ്പോൾ നമ്മളെ എതിരാളികളെ ആക്രമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഗോൾ നേടാൻ സാധിക്കൂ എന്നുള്ളതാണ്. അവിടെ ചിന്തകളുണ്ട്, പ്രതിരോധമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്പോർട്സുകളിലേക്ക് നമുക്ക് വഴിതിരിച്ചു വിടാൻ സാധിക്കണം. തീർച്ചയായും സ്നേഹത്തിലേക്ക് ഭാഗമായി ഒരു സ്പോർട്സ് പ്രൊഡക്ട്സ് എന്ന രീതിയിൽ ശ്രുതിലയ എന്നതിലൊരു മ്യൂസിക് ടീമിനെ ഉണ്ടാക്കാൻ സാധിച്ചു. സ്പോർട്സ് ടീമിനെ ഉണ്ടാക്കാൻ സാധിക്കും. അത് തീർച്ചയായും ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, അത് വനിതകളുടെ ഫുട്ബോളും ആകാം. അങ്ങനെ എല്ലാ മേഖലകളിലും വ്യാപിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ആകെ പടർന്നു നിന്ന, കാർന്നു നിന്ന തിന്മകളെ, പ്രധാനപ്പെട്ടതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒന്ന് ലഹരിയും, രണ്ടാമത്തത് വർഗീയതയും. ആ ചിന്തകളെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ അതൊക്കെ ഇല്ലാതാവുക ഇത്തരം വേദികളിലാണ്. ഇവിടെ സംഗീതത്തിന് മതമോ ജാതിയോ ഒന്നുമില്ല. സ്പോർട്സിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു കളിക്കാരനെ ഇഷ്ടപ്പെടുന്നത് അവൻ്റെ ജാതിയോ മതമോ നോക്കിയിട്ടല്ല, അവൻ്റെ കളി കണ്ടിട്ടാണ്. പാട്ടുകാരനെ ഇഷ്ടപ്പെടുന്നത് അവൻ്റെ ജാതിയോ മതമോ നോക്കിയിട്ടില്ല, അവൻ്റെ ശബ്ദ സൗന്ദര്യം കേട്ടിട്ട് തന്നെയാണ്. ഞാനിവിടെ വരുമ്പോൾ മനോഹരമായി ഗാനം ആലപിക്കുന്നു, നന്നായി ആലപിച്ചു, പേരെടുക്കാറില്ല. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും അവസരങ്ങൾ ഉണ്ടാവുക ഇത്തരത്തിൽ കലാകായിക ഇനങ്ങളിലൂടെ തന്നെയാണ്. അത് സ്പോർട്സായാലും കലകളായാലും പാട്ടുൾപ്പെടെയുള്ള കലകളായാലും ആ രീതിയിൽ നമ്മുടെ സമൂഹത്തെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. സന്തോഷമുണ്ടെങ്കിൽ നാടിന് പുരോഗതിയുള്ളൂ
എന്നുള്ളതാണ്. നമ്മുടെ നാട് വലിയ സാമ്പത്തിക ശേഷി ഉള്ളത് കൊണ്ടോ വലിയ സൈനിക ശേഷി ഉള്ളത് കൊണ്ടോ നമ്മുടെ നാട് വളർന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ആ രാജ്യത്തെ പൗരന്മാർ അവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് അവരെ രാജ്യത്തെ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴാണ് ആ രാജ്യം പുരോഗതി എന്ന് പറയുക. നമ്മുടെ സ്വിറ്റ്സർലാൻഡിനെ ലോകത്തെ ഏറ്റവും ഹാപ്പിനെസ് ഉള്ള രാജ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആ രീതിയിൽ നമുക്കും ആകാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ അതിന് ഒരു ഭരണകൂടം വിചാരിക്കുന്നതിനേക്കാളേറെ സാധിക്കുക ഇത്തരം സാമൂഹ്യ ഇടപെടൽ കൂടെ തന്നെയാണ്. വ്യത്യസ്തങ്ങളായി ഈ ജനാധിപത്യ രാജ്യത്തിൽ ആ ജനാധിപത്യ നിയമങ്ങൾ അനുസരിച്ച് ഭരണഘടനാ സംവിധാനങ്ങൾ നിന്നുകൊണ്ട് അവരെ ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ രാജ്യത്തും നല്ല രീതിയിൽ സന്തോഷം ഉള്ള ഒരു നല്ല ഒരു അന്തരീക്ഷം നമുക്കുണ്ടാക്കാൻ സാധിക്കും. അതിലൂടെ രാജ്യത്തെ വലിയ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിനും നമ്മളോട് സംവദിക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇവിടെ നൽകിയ മൊമെൻ്റോ ആദരവ് ബഹുമാനീയ ജാബിർ പിലാക്കി വളരെ അദ്ദേഹത്തിൻ്റെ മെമ്മറിയെ അഭിനന്ദിക്കുന്നു. കാരണം ഞാനിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജബ്ബാർ സാഹിബ് പറയുമായിരുന്നു, സാധാരണ പത്രമാധ്യമ ഓഫീസുകളിലൊക്കെ ലൈബ്രറികളുണ്ടാകും. ഒരു വിഷയം വന്നാൽ ആ ലൈബ്രറിയിൽ പോയി പരിധി നമ്മൾ അതുമായി ബന്ധപ്പെട്ട സെർച്ച് നടത്തിയിട്ടാണ് വിഷയത്തിന് അടിസ്ഥാനമായി നമ്മൾ സംവദിക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി അദ്ദേഹത്തിൻ്റെ മെമ്മറി തന്നെയാണ്. മാഷാ അല്ലാഹ്, ആ രീതിയിൽ ഒരുപാട് പ്രതിഭകളുള്ള ഈ ഗ്രൂപ്പ് എന്ന രീതിയിൽ ഇത്തരം ആളുകളൊക്കെ ഗുണപരമായി സമൂഹത്തിന് ഗുണപരമായി ഉപയോഗപ്പെടുത്താനും കൂടി മുന്നോട്ട് വരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പാട്ടുമുക്കാനെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യും.